സപ്ലൈകോയ്ക്ക് കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത സംരംഭകൻ ജപ്തി ഭീഷണിയിൽ. ഒടിഞ്ഞ കാലുമായി സമരമിരുന്ന ആലപ്പുഴ സ്വദേശി ഷിഹാബ്. CITU സമരത്തിൽ മരുന്ന് നിർമ്മാണ കമ്പനി ഹോംകോപ്പിയുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക്. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനായി ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ അല്പസമയത്തിനകം തുടക്കം. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ കൂട്ടമരണത്തിൽ ദുരൂഹത. GST അഡീഷണൽ കമ്മീഷണറുടെയും സഹോദരിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കം. അമ്മയുടെ മൃതദേഹം വെള്ള പുതപ്പിച്ച് പൂക്കൾ വിതറിയ നിലയിൽ. സഹോദരി ശാലിനി ജാർഖണ്ഡ് PSC പരീക്ഷാ തട്ടിപ്പിൽ ആരോപണ വിധേയ. CBIക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത് അടുത്തയാഴ്ച. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുസ്ലിം സ്ത്രീകളുടെ ജീവിത പരിഷ്കരണത്തിനായി പടപൊരുതാൻ VP സുഹറ. പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരമിരിക്കും. പിന്തുടർച്ചാവകാശവും ലിംഗനീതിയും ഉറപ്പാക്കണമെന്ന ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ വരും തലമുറകൾക്കായി ആത്മഹത്യ ചെയ്യും. മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് കൊടും ക്രൂരതയെന്നും സുഹറ ന്യൂസ് 18നോട്.